കൊയ്ത്തൊഴിഞ്ഞ പാടപ്പരപ്പുകൾ, മുളവേലികൾക്കിടയിലെ ഗ്രാമപാതകൾ. പാഞ്ഞാൾ ദേശം നമുക്ക് തുറന്നിടുന്നത് കേരളീയതയുടെ തനത് വർണ്ണങ്ങളാണ്. പ്രസിദ്ധമായ ലക്ഷ്മീനാരായണമൂർത്തി ക്ഷേത്രം, സാമവേദികളായ ബ്രാഹ്മണർ തിങ്ങിപ്പാർക്കുന്ന ഈ മണ്ണിൽ ഉപഹാസത്തിന്റെയും ഗൗരവമുള്ള നേരമ്പോക്കിന്റെയും ഒരൊറ്റയടിപ്പാത നീളുന്നുണ്ട്. ചിത്രകാരനും നാടകകൃത്തും ആയ തുപ്പേട്ടൻ എന്ന സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ഒരൊറ്റ വഴി. ഈ വേദത്തിന് പ്രാധാന്യം ഉള്ളതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ അങ്ങനെ ആണ്. വേദത്തിന് വേദപ്രയോഗങ്ങൾ പ്രധാനമായിട്ട് കാമവേദികളും ഋഗ്വേദികളും ആണ് ഇവിടെയുള്ളത്. പുതിയ ചുവടുകൾ, നെടുവരമ്പുകൾ. പാഞ്ഞാളിലും സമീപ പ്രദേശങ്ങളായ കിള്ളിമംഗലത്തും ആറ്റൂരും പൈങ്കുളത്തും ഒക്കെ ചെറുപ്പക്കാർ ഉണരുകയായിരുന്നു. ഊരിന്റെ ഇരുട്ടിൽ നിന്നും ഉള്ള ഈ ചാടിപ്പോക്ക് പലരെയും രാഷ്ട്രീയത്തിന്റെ കളത്തിലെത്തിച്ചു. ദേശരീതികളോടും മാമൂലുകളോടും പഴച്ചുമരുകളോടും ഉണ്ടായ കലഹത്തിൽ തുപ്പേട്ടൻ ആയുധമാക്കിയത് തന്റെ നാടകങ്ങളിലെ കനൽ ചിരിയാണ്. ഒരു പതിവ് രീതി ആയിപ്പോ UBA എന്നുള്ള സംഘടനയെ കുറിച്ച് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ബാച്ചിലേഴ്സ് അസോസിയേഷൻ, അവിവാഹിതരായിട്ടുള്ള പഠിപ്പുള്ള തൊഴിലില്ലാത്ത അങ്ങനെ എന്തിനും തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഘം. അവരുടെ ഒരു കേവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പുത്തായപ്പുര എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കേവ് അങ്ങനെ ഒരു സെറ്റായിരുന്നു അന്ന്. പ്രത്യേക രീതിയിലുള്ളതായിരുന്നല്ലോ ഈ UBA. അപ്പോ ആകെ ഒരു ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷെ ചിലര് അത് എന്താണ് കോമാളിത്തരം എന്നുള്ള എനിക്കുള്ള ഇതുകളുണ്ടായിരുന്നു. എങ്കിലും ഒരു പ്രത്യേകിച്ചും ശ്രദ്ധിക്കപ്പെട്ടു ഓരോ പരിപാടി. അങ്ങനെ നാട്ടുകാര് ഇഷ്ടംപോലെ കാണാൻ വന്നിരുന്നു. അന്ന് പറഞ്ഞില്ലേ, ഈ റേഡിയോ TV ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ വായനശാല ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പൊ അടുത്തുള്ള ഗ്രാമങ്ങളിലും തന്നെ, ഇപ്പൊ ആറ്റൂര്, പയങ്കുളം, പാഞ്ഞാള്, കിളിമംഗലം, അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും പോവും. അങ്ങനെ കുറച്ചും കൂടി ഈ മാതിരി ഒരു കൂട്ടായ്മ ഒന്ന് കൂടുതലുണ്ടായിരുന്നു. അതെ, കൊല്ലത്തില് കാര്യമായിട്ട് ഈ ആനിവേഴ്സറിക്ക് തന്നെയാണ്. നാടകം തുപ്പേട്ടന് ലോകത്തിന്റെ മോഹനസുന്ദര വിഡ്ഢിത്തങ്ങൾക്ക് നേരെയുള്ള ആഴമേറിയ ചിരിയായിരുന്നു. ആ ചിരിയിൽ കണ്ണീരിന്റെ നനവും കനലിന്റെ ചൂടും അലിഞ്ഞിരുന്നു. ഇല്ലത്തിന്റെ ഇരുൾ തളങ്ങളിലിരുന്ന് പുറവെളിച്ചത്തിൽ അരങ്ങേറുന്ന നർമ്മസമസ്യകളെപ്പറ്റി അദ്ദേഹം എഴുതി. പന്നീരിനെയും ഭ്രഷ്ടാക്കിയ മാതിരി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സാമവേദികളിൽ ഒരു ശിഷ്യൻ ഈ പന്നിയൂർ ഗ്രാമത്തിലെ ആളാണ്, ഇല്ല. അപ്പം ഞങ്ങളവിടെ പോയിട്ട് ക്രിയാദികളൊക്കെ കഴിപ്പിക്കും. പക്ഷേ ഭക്ഷണം വേറെ സ്ഥലത്ത് പോയിട്ടാണ് കഴിക്കുക. അങ്ങനെയായിരുന്നു. അതിൻ്റെ പിന്നെ എൻ്റെ അച്ഛനാണ് അത് അവിടെ നിന്ന് കഴിക്കാമെന്നായത്. എത്ര ആധുനിക ദർശനങ്ങളിലേക്ക് തിരിയുമ്പോഴും തുപ്പേട്ടന്റെ കയർവട്ടം ഈ ദേശം തന്നെ, വന്നന്തിയെ കാണാം എന്ന ദേശഭാവം തന്നെ. ആത്മമിത്രം ആറ്റൂരിവർമ്മ ഒരിക്കൽ പറഞ്ഞു, വെറുതെ നിൽക്കുന്നുവെന്ന് തോന്നിക്കുന്ന മരം വേരുകൾ കൊണ്ട് ചില്ലകൾ കൊണ്ട് ചുറ്റും അറിയുന്നത് പോലെ ഇയാൾ പാഞ്ഞാളിലെ തന്റെ പൂമുഖത്തിരുന്ന് പരിസരം അറിയുന്നുണ്ട്.